നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠമായ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1. നമ്മൾ ഈ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന്, അതുപോലെ തന്നെ അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നീ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം +1 ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു 3 തരം സ്റ്റേറ്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഗ്യാസസ്, ലിക്വിഡ്, അതുപോലെ തന്നെ സോളിഡ്. അതില് ഗ്യാസും ലിക്വിഡും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഞാൻ ആ സമയത്ത് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് സോളിഡ് നമ്മൾ +2ലാണ് പഠിക്കുന്നതെന്ന്. സോ ഇതാണ് ഒന്നാമത്തെ പാഠം, സോളിഡ് സ്റ്റേറ്റ്. തുടങ്ങാം. അപ്പൊ നമുക്കറിയാം 2 ഫാക്ടർ എന്തൊക്കെയാണ്? ഒന്ന് ഇന്റർമോളിക്കുലർ ഫോഴ്സ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ്, അതുപോലെ തന്നെ തെർമൽ എനർജി. ഈ 2 കാര്യമാണ്. എന്തൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സും തെർമൽ എനർജിയും. ഈ 2 ഫാക്ടറുകളാണ് ഒരു സാധനത്തിന്റെ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്. അത് ഗ്യാസിൽ വേണോ, ലിക്വിഡിൽ വേണോ, അത് സോളിഡിൽ വേണോ, ആര് തീരുമാനിക്കും? ഇവ രണ്ടുപേരും. എന്തൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സും അതുപോലെ തെർമൽ എനർജിയും. നോക്കാം എന്താണെന്ന്. എന്തൊക്കെയാണ്? ഇപ്പൊ 2 പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. ഓക്കെ, ഇവയ്ക്ക് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ അടുത്തടുത്ത് വരും, ഇതുപോലെ. ഓക്കെ, ഇനി ഇവർക്ക് തെർമൽ എനർജി വളരെ വളരെ കൂടുതലാണെന്ന് വെച്ചാൽ, അപ്പൊ എന്ത് ചെയ്യും? എനർജി കിട്ടിയ ഒരു സാധനം ചുമ്മാ ഇരിക്കോ? ഇല്ല. അത് എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഇത് ഇങ്ങോട്ടും ഓടും. അപ്പൊ എന്ത് ചെയ്യും? രണ്ടും ദൂരെ പോകും. അപ്പം ഇതാണെന്ത്? നമ്മുടെ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെയും തെർമൽ എനർജിയുടെയും കളി. ഞാൻ പറഞ്ഞില്ലേ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലാണ്, തെർമൽ എനർജിയും കൂടുതലാണെന്ന് വെച്ചോ, രണ്ടും കൂടുതലാണ്. പക്ഷെ ഏറ്റവും കൂടുതലുള്ള ആരാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണെന്ന് വെച്ചോ. ഇപ്പം ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലാണ്, തെർമൽ എനർജി ഉണ്ട്, എങ്കിലും എന്ത് ചെയ്യും? അടുത്തടുത്ത് തന്നെ വരും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറവാണ്, തെർമൽ എനർജിയാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും? അത് ദൂരെ പോകും. ഇതനുസരിച്ചാണ് എന്ത് ചെയ്യണേ? ഏത് സ്റ്റേറ്റിലാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് ദൂരെ ഇരിക്കണമെങ്കിൽ അതെന്തായി മാറും? അത് ഗ്യാസ് ആവും. എന്നാൽ വളരെ അടുത്താണ് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത് സോളിഡ് ആവും. ഇവയ്ക്ക് ഇടയിലാണെങ്കിൽ എന്താവും? അത് ലിക്വിഡ് ആവും. ഇതാണ് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് തീരുമാനിക്കുന്നത്. അപ്പം ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ എന്താ അർത്ഥം? ആ മോളിക്യൂൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി എന്ത് ചെയ്യും? അടുത്തടുത്ത് വരാൻ തുടങ്ങും. തെർമൽ എനർജിയാണ് കൂടുതൽ എന്ത് ചെയ്യും? അവർ എനർജി ഇട്ടിട്ട് ദൂരെ പോകാൻ തുടങ്ങും. ഇത് നോക്കിയാണേ നമ്മളെ സോളിഡിനെ സംബന്ധിച്ചിടത്തോളം, സോളിഡില് ബാക്കിയെല്ലാം നോക്കിയാണേ, സോളിഡില് ഗ്യാസും ലിക്വിഡൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഇനി അതിനെ കുറിച്ച് ഡീറ്റെയിൽ വേണ്ട. നോക്കിയോ, എന്താ നമ്മുടെ സോളിഡ് അടുത്തടുത്തിരിക്കുകയാണ് ഇതുപോലെ. ഓക്കെ, അടുത്തടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ പാർട്ടിക്കിൾസിന് ഞാൻ പറഞ്ഞു തെർമൽ എനർജി ചിലപ്പോൾ കാണും. അപ്പൊ തെർമൽ എനർജി ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? ഓടാൻ ശ്രമിക്കും. പക്ഷെ നടക്കുവോ? ഇല്ല. എന്താ ഇപ്പൊ ഉദാഹരണത്തിന് എന്താ ഞാൻ ഈ ഇതിന്റെ കാര്യം മാത്രം എടുക്കുകയാണ്. ഉദാഹരണത്തിന് നോക്കിയാണ്, ഇതിന് എനർജി ഭയങ്കര കൂടുതലാണ്, ഇതിനല്ല എല്ലാത്തിനും എനർജി കൂടുതലാണ്. ഇത് ഓടാൻ ശ്രമിക്കുകയാണ്. പറ്റുമോ? ഇല്ല. കാരണം അതാണ് അടുത്ത് ഇത്രയും കൂടെ ചേർന്ന് ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഓടാൻ പറ്റുമോ? ഇല്ല. അത് അവിടെ നിന്നിട്ട് ഓസിലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ നനങ്ങാൻ പറ്റും, അല്ലാതെ എനിക്ക് ഓടാൻ പറ്റില്ല. അപ്പൊ വൈബ്രേഷൻ സംഭവിക്കും, ഓസിലേഷൻ സംഭവിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറങ്ങി ഓടാൻ പറ്റില്ല. ഇനി ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൂടി എപ്പോഴാണോ ഇന്റർമോളിക്കുലർ ഫോഴ്സിനേക്കാളും തെർമൽ എനർജി കൂടുന്നത്, അപ്പൊ എന്ത് ചെയ്യും? ഇത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും? ദൂരെ പോകാൻ തുടങ്ങും. അപ്പൊ അത് സ്റ്റേറ്റ് മാറി ലിക്വിഡ് ആയി മാറും, പിന്നെയും മാറി ഗ്യാഷ്യസ് ആയി മാറും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്ര മാത്രമേ എന്ത് നോക്കാനുള്ളൂ? ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ കുറിച്ചും അതുപോലെ തെർമൽ എനർജിയെ കുറിച്ച് പറയാനും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം സോളിഡ് സ്റ്റേറ്റിന്റെ കുറച്ച് ഗുണങ്ങൾ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ഒന്ന്, ഏത് സാധനവും സോളിഡ് സ്റ്റേറ്റിനാണെങ്കിൽ അതിന് ഡെഫിനിറ്റ് ഷേപ്പ്, നിങ്ങൾക്ക് അറിയാം, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഉദാഹരണം ഈ ബോർഡ് കണ്ട, ഇത് റെക്ടാങ്കിൾ അല്ലേ? റെക്ടാങ്കിൾ ഷേപ്പ് ഇരിക്കുന്നുണ്ട. അതുപോലെ ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, അതിന്റെ വോളിയം സെയിം ആയിരിക്കും. അതുപോലെ ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് ആ പറയുന്നത്, സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ,
എന്തൊക്കെയാണ്? ഡെഫിനറ്റ് ഷേപ്പ്, ഡെഫിനറ്റ് വോളിയം, ഡെഫിനറ്റ് മാസ്. എന്നാൽ അതുപോലെ തന്നെ ഇവ നേരത്തെ പറഞ്ഞു ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? വളരെ വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്, വെരി ഹൈ ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? ഇവർക്ക് വളരെ വളരെ കൂടുതലാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലാണ്. അടുത്ത പോയിന്റ് നോക്കാം. അതുപോലെ തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് പറഞ്ഞു. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? വളരെ വളരെ കുറവാണ്. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ വളരെ അടുത്തത് വരച്ചത്, ഇവർക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാ ഇല്ല. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? വളരെ വെരി ലോ ആണ്. എന്താണ്? ഒട്ടുമില്ല, വെരി ലോ ആണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, ഇതിലെല്ലാം എന്തുണ്ട്? എല്ലാത്തിനും ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. ആർ അറ്റ് ഫിക്സഡ് പൊസിഷൻ, ഫിക്സഡ് പൊസിഷൻ ആണ്. എന്താണ്? ഞാൻ ഈ വരച്ച കണക്ക് എന്താണ്? അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും എന്താണ്? ഫിക്സഡ് പൊസിഷൻ ആണ്. അവിടെ നിന്നിട്ട് ദൂരെ മാറിയിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? they can only ഞാൻ പറഞ്ഞു എന്താണ്? അവിടെ ഇരുന്നുകൊണ്ട് അനങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. they can only oscillate അല്ലെങ്കിൽ വൈബ്രേറ്റ്. എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനർജി ടൈം എന്ത് ചെയ്യും? അവിടെ നിന്ന് അനങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, they are incompressible. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻകംപ്രസിബിൾ ആണ്. എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം എനിക്ക് ചുറ്റും കുറച്ച് ഗ്യാസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ഗ്യാസ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഉദാഹരണത്തിന് നമ്മളെ സിറിഞ്ചില്ലേ, സിറിഞ്ചിൽ നമുക്ക് അടച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താക്കാൻ പറ്റും. കാരണം അതിനകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സോൾഡിനെ ഈ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എത്രയൊക്കെ ശ്രമിച്ചാലും കംപ്രസ് ആവൂല, പൊട്ടിപ്പോണെങ്കിലേ ഉള്ളൂ. They are compressible. They are incompressible and rigid. ഇതാണ് റിജിഡ്. They are incompressible and rigid. ഇത്രയേ ഉള്ളൂ എന്ത്? സോളിഡിന്റെ പ്രോപ്പർട്ടീസ്. എല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള പ്രോപ്പർട്ടീസ് ആണ്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കി നോക്കാം. ഇതൊക്കെയാണ് ഈ സോളിഡിനകത്ത് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ആരൊക്കെ ആവാം? ആറ്റമോ, മോളിക്യൂളോ, അയോൺസോ. ഈ പറഞ്ഞ 3 പാർട്ടിക്കിൾസ് അടുക്കി പറക്കിയിരിക്കുന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് സോൾഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇങ്ങനെയാണ് നോക്കിയാണെ സോൾഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആരൊക്കെ? ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് അല്ലെങ്കിൽ അയോൺസ്. ഇവയുടെ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റിന്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് സോൾഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നിനെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും മറ്റതിനെ അമോർഫസ് സോളിഡ് എന്ന് വിളിക്കും. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്. നോക്കാം എന്താണെന്ന്. അതായത് എല്ലാം ഒരു ഓർഡർ ത്രൂ ഔട്ട് അത് തന്നെ പാലിക്കുകയാണെങ്കിൽ അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അതായത് ഒരു ഓർഡർ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ എടുക്കാൻ പോകുന്ന ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ആദ്യം ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഒരു ഉദാഹരണത്തിന് ഞാൻ എടുക്കാൻ പോകുന്ന ഷേപ്പ് ഇതാണ്. അപ്പം ഇതിനകത്താണ് ഒരു ആറ്റം ഇരിക്കുന്നത്. അതിന്റെ എവിടെയാണ് ആറ്റങ്ങൾ ഇരിക്കുന്നത്? കണ്ടല്ലോ, ഒരു ഹെക്സഗൺ എടുത്തത്. ഹെക്സഗണിന്റെ 6 പോയിന്റ്സിലാണ് എന്ത് ചെയ്യണേ? ഈ പറഞ്ഞ ആറ്റങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം ഇതാണ് ഓർഡർ എങ്കിൽ ഇത് തന്നെ ആയിരിക്കും എന്ത്? അങ്ങ് അറ്റം വരെയും ത്രൂ ഔട്ട് എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും അതിന്റെ ഓർഡർ. എല്ലായിടത്തും ക്രിസ്റ്റലൈൻ തന്നെ ആയിരിക്കും. എല്ലായിടത്തും ഇതേ ഷേപ്പ്, ഇതേ സൈസ്, എല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതേ പറഞ്ഞ പൊസിഷനിലായിരിക്കും ഇരിക്കണേ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂള് അല്ലെങ്കിൽ അയോൺസ് ഇരിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഓർഡർ ഫുള്ള് ആ ഒരു സോൾഡിൽ ത്രൂ ഔട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് അതേ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതാണ് എന്ത്? ക്രിസ്റ്റലൈൻ സോൾഡ്. അതാണ് ക്രിസ്റ്റലൈൻ സോൾഡ്. അതിനകത്തുള്ള എല്ലാം എന്തായിരിക്കും? ഓരോരോ ക്രിസ്റ്റൽസ് ആണെന്ന് പറയാം. ഓരോ ക്രിസ്റ്റൽസ് ആണ്. ഇതൊരു ക്രിസ്റ്റലാണ്, ഇതൊരു ക്രിസ്റ്റലാണ്, ഇതൊരു ക്രിസ്റ്റലാണ്. അതെല്ലാത്തിനും ഒരേ ഷേപ്പ് ആയിരിക്കും. അത് ത്രൂ ഔട്ട് എന്ത് ചെയ്യും? അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. എന്നിരുന്നാൽ നമ്മുടെ അമോർഫസ് ആണെങ്കിൽ, അമോർഫസ് അർത്ഥം വാക്യത്തിന്റെ അർത്ഥം നോ ഷേപ്പ് എന്നാണ് കേട്ടോ. അമോർഫസ് സോൾഡ് ആണെങ്കിൽ നോക്കാം, അതിന് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല, ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇതാണ് ഒരിടത്തെങ്കിൽ ചിലപ്പോൾ അടുത്തടുത്ത് വേറെ ഹെക്സഗണായിരിക്കും, അടുത്ത് വേറെ ആയിരിക്കും. ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കും. ഇതൊരു ഷേപ്പ്, ഇത് വേറെ ഷേപ്പ്, അങ്ങനെയല്ലേ പോകുന്നേ? ഇതാണ് എന്ത്? അമോർഫസ് സോൾഡ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് എന്ത് ചെയ്യില്ല? അത് മെയിൻറ്റെയിൻ ചെയ്യില്ല.
ഇത് നമുക്ക് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം. ലോങ് റേഞ്ച് ഓർഡർ, അതായത് ഈ ഓർഡർ തന്നെയാണ് എന്ത് ചെയ്യണേ, ലോങ് ആയിട്ട് അത്രയും വരെ പോയിരിക്കുന്നത്. ആ ഒരു ത്രൂ ഔട്ട് ആ റേഞ്ച് ഫുൾ എന്താണ്, അതേ ഓർഡർ തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഓർഡർ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും യാദൃച്ഛികമായിട്ട് എന്ത് ചെയ്യും, ഇത് തന്നെ ആവർത്തിച്ച് വരും. അത് യാദൃച്ഛികമായിട്ട് പറഞ്ഞാണ്. ഉദാഹരണത്തിന് ഇവിടെ വരയ്ക്കാം. ഇത് പറ്റാണല്ലേ, കണ്ട, യാദൃച്ഛികമായിട്ട് വരാം. ഇതേ ഓർഡർ പിന്നെ ആവർത്തിക്കാം. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ട് ആവർത്തിക്കുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സോ നമുക്ക് പറയാം ഇത് ഷോർട്ട് ഓർഡർ റേഞ്ച് ആണ്. ഇതാ ഈ ഓർഡർ ഇവിടെ മാത്രമേ ഉള്ളൂ, ഷോർട്ട് ഓർഡർ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലോങ് റേഞ്ച് ഓർഡർ ആണ്. ഇവിടെ നമുക്ക് ഷോർട്ട് ഓർഡർ റേഞ്ച് ആണ്, ഇവിടെ ലോങ് ഓർഡർ റേഞ്ച് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2 പോയിന്റ് പറഞ്ഞേ. എന്താണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ്, ഇത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. എന്ത് ചെയ്യും, ത്രൂ ഔട്ട് എന്ത് ചെയ്യും, ആ ഒരു ക്രിസ്റ്റല് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെയാണെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അടുത്ത പോയിന്റ് നോക്കാം. ഇനി ഉദാഹരണം നോക്കാം നമുക്ക്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതിന് ക്രിസ്റ്റലൈൻ സോൾഡ് ഉദാഹരണമായിട്ട് നമുക്ക് കോഴ്സ് പറയാം. അതുപോലെ തന്നെ NaCl സോഡിയം ക്ലോറൈഡ് പറയാം. ഓക്കെ, പക്ഷെ അമോർഫസ് സോൾഡിന് നമുക്ക് റബ്ബർ പറയാം, പ്ലാസ്റ്റിക് പറയാം. ഓക്കെ, അപ്പം 3 പോയിന്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് ലോങ് റേഞ്ച് ഓർഡർ ആണ്, പിന്നെ എക്സാമ്പിൾ കോഴ്സ് NaCl ആണ് എക്സാമ്പിൾ, അമോർഫസിനാണെങ്കിലോ റബ്ബർ പ്ലാസ്റ്റിക് ആണ് എക്സാമ്പിൾ. പിന്നെ എന്താണ്, ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും ആ ജോമെട്രിക്കൽ ഷേപ്പ്. ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പ് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ജോമെട്രിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്, ജോമെട്രിക്കൽ ഷേപ്പ് ത്രൂ ഔട്ട് എന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അമോർഫസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അടുത്ത പോയിട്ട് നോക്കാം. ക്രിസ്റ്റലൈൻ സോൾഡിനാണെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റും അത് ഇത്ര ഡിഗ്രി ആകുമ്പോൾ അത് മെൽറ്റ് ആകും. കറക്റ്റ് ആയിട്ട് എക്സാക്ട്ലി എനിക്ക് പറയാം ഇത്രാമത്തെ ഡിഗ്രിയിലാണ് എന്താണ് അത് മെൽറ്റ് ആകുന്നത്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആർക്കാണ്, ക്രിസ്റ്റലൈൻ സോൾഡ്. കാരണം ഇതെല്ലാം ഒരുപോലെ ഇരിക്കണേ അല്ലേ. അപ്പൊ ഇതൊരുക്കാനുള്ള സമയവും ഇതൊരുക്കാനുള്ള ടെമ്പറേച്ചറും എല്ലാം സെയിം തന്നെ ആയിരിക്കണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അമോർഫസിൽ അങ്ങനെ ആയിരിക്കോ, ഇല്ല. ചിലപ്പം ഇതൊരുക്കുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല ഇതുരുക്കുന്നത്, അതൊരുക്കുന്നതായിരിക്കില്ല അത് തന്നെ ആയിരിക്കും, ഇത് വേറെ ആയിരിക്കും. അതുകൊണ്ട് അമോർഫസ് സോൾഡിന് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് പറയാം. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഉദാഹരണം പറയണേ, ഒരു 100 മുതൽ 150 ഡിഗ്രി അതിനിടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും, അത് ഉരുകിപ്പോകും എന്ന് പറയാൻ പറ്റും. പക്ഷെ ക്രിസ്റ്റലൈൻ സോൾഡ് നമുക്ക് പറയാം 123 ഡിഗ്രിയിൽ മെൽറ്റ് ആകും, അങ്ങനെ കറക്റ്റ് എക്സാക്ട്ലി പറയാൻ പറ്റും. പക്ഷെ എനിക്ക് അമോർഫസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തുള്ള ഓരോ സംഭവങ്ങളും എന്താണ്, അത് മെൽറ്റ് ആവുന്ന പല റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും. അപ്പൊ എനിക്ക് പറയാൻ പറ്റും 100 ഡിഗ്രി ആകുമ്പോൾ ചിലപ്പം മെൽറ്റ് തുടങ്ങുമായിരിക്കും, ഒരു 150 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് തീരുമായിരിക്കും. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സോ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് അമോർഫസിൽ പറയാൻ പറ്റൂ. പക്ഷെ ക്രിസ്റ്റലൈൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കാം, ക്ലീവേജ് പ്രോപ്പർട്ടി. അതായത് ഞാൻ ഇതിനെ മുറിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്രിസ്റ്റൽ എന്തായിരിക്കും, ഇതേപോലെ തന്നെ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്, എല്ലാം ഒരേ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കില്ലേ, സെയിം സാധനം ഉണ്ടാക്കിയിരിക്കണേ. അതുകൊണ്ട് തന്നെ ഷാർപ്പ് ക്ലീവേജ് ആയിരിക്കും. ഷാർപ്പ് ക്ലീവേജ് മീൻസ് അത് കറക്റ്റ് ആണ്, എക്സാക്ട്ലി കറക്റ്റ് കട്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷൈൻ അപ്പിയറൻസ് എല്ലാം കാണാം. പക്ഷെ അമോർഫസ് സോൾഡ് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ കട്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല ഇങ്ങനെ കട്ട് ചെയ്യണത് അല്ലേ, രണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഷാർപ്പ് ഒരു ക്ലീവേജ് എനിക്ക് എവിടെ കിട്ടില്ല, അമോർഫസിൽ കിട്ടില്ല. പക്ഷെ എവിടെ കിട്ടും, ക്രിസ്റ്റലൈൻ സോൾഡിൽ കിട്ടും. ഈ ഡിഫറൻസ് മാത്രമേ പഠിക്കുള്ളൂ കേട്ടോ നമുക്ക്. അപ്പൊ അതൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോൾഡിന്റെ കുറച്ച് പോയിന്റ്സ് ആയിട്ടുണ്ട്, അമോർഫസിന്റെ പോയിന്റ് ആയിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റലൈൻ സോൾഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ വാല്യൂ പർട്ടിക്കുലർ ആയിരിക്കും. എവിടെയാണ്, ക്രിസ്റ്റലൈൻ സോൾഡിൽ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് അറിയാൻ എന്താണെന്ന്, അത് ഡെഫിനറ്റ് വാല്യൂ ആയിരിക്കും. പക്ഷെ അമോർഫസിനാണെങ്കിലോ അങ്ങനെ ഡെഫിനറ്റ് വാല്യൂ ഒന്നും ഇല്ല. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി പറയാനാണെങ്കിൽ ഈ ക്രിസ്റ്റലൈൻ സോൾഡ് അറിയപ്പെടുന്ന പേരാണ് ട്രൂ സോൾഡ് എന്നറിയപ്പെടുന്നു. ആരാണ്, ക്രിസ്റ്റലൈൻ സോൾഡ് ട്രൂ സോൾഡ് എന്നറിയപ്പെടുന്നു. പക്ഷെ അമോർഫസ് ആണെങ്കിലോ സ്യൂഡോ സോൾഡ് എന്നറിയപ്പെടുന്നു. സ്യൂഡോ സോൾഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നു. സൂപ്പർ കൂൾഡ് ലിക്വിഡ് അതായത്
നമ്മളെ ലിക്വിഡിലെ ലിക്വിഡിന് എങ്ങനെയാണോ ഒഴുകാനുള്ള കഴിവുള്ളത് അതേപോലെ നമുക്ക് എന്തുണ്ട്, ഇതാണ്ട് ഈ അമോർഫസ് സോളിഡ് ഒന്നുണ്ട്, ഒഴുകാനുള്ള കഴിവുണ്ട്. ശ്രദ്ധിക്കണേ, ലിക്വിഡിന് ഒഴുകാനുള്ള കഴിവുള്ളത് പോലെ തന്നെ ആർക്ക് അമോർഫസ് സോളിഡ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴുകാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഈ പഴയ തറവാടിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വിൻഡോ ഇല്ലേ, അതിന്റെ താഴ്ഭാഗം നല്ല വീർത്തതും മോൾ ഭാഗം നേർത്തായിട്ട് വരും. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, വെയിലൊക്കെ അടിച്ചെന്ത് ചെയ്യും, മോൾ ഭാഗം ഉരുകി 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 താഴോട്ട് ഒലിച്ചൊലിച്ച് വരുന്ന, താഴോട്ട് ഒലിച്ചൊലിച്ച് വരുന്നതാണത്, താഴോട്ട് ഒലിച്ചു വരുന്നതാണ്. അപ്പൊ അത് ഫ്ലോ ചെയ്യുന്നില്ലേ. പക്ഷെ നമുക്ക് ഒരു ദിവസം പോയിട്ട് ഇന്ന് നോക്കിയപ്പം മോളിൽ കുഴപ്പമില്ല, താഴെ വൃത്തി, അങ്ങനെ കാണാൻ പറ്റില്ല. നല്ല ഭയങ്കര സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യണേ ഒഴുകുന്ന ഒഴുക്ക് നമുക്ക് കാണാൻ പോലും കഴിയില്ല. വർഷങ്ങൾ എടുക്കും ആ ഒഴുക്കൊന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യണമെങ്കിൽ. അവിടെ നമുക്ക് ഒഴുകണ തൊഴുകാത്ത മാത്രം. ഓക്കെ, അവിടെ. അപ്പം ഇതൊക്കെയാണ് എന്താ ക്രിസ്റ്റലൈൻ സോളിഡ് അമോർഫസ് സോളിഡ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് പറയാനായിട്ട് മാറ്റണം. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ് അൺഐസോട്രോപിക് ആണ്. ശ്രദ്ധിക്കണേ, ക്രിസ്റ്റലൈൻ സോളിഡ് അൺഐസോട്രോപിക് ആണ്, എന്നാൽ അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഐസോ മീൻസ് സെയിം. അപ്പൊ നോക്കിയാണേ, ഞാൻ ഉദാഹരണത്തിന് എന്താ ഞാൻ പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് വരയ്ക്കുന്നത്, ഒരേപോലെ വരയ്ക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ് ഇത് ക്രിസ്റ്റലൈൻ സോളിഡ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ഞാൻ എന്താ ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യണം. ഒരെണ്ണം എന്താ ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യണം. ഒരെണ്ണം എന്താ ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യണം. ഒരെണ്ണം വേണമെങ്കിൽ ഇങ്ങനെ മെഷർ ചെയ്തോ, ഇഷ്ടമുള്ള മെഷർ ചെയ്യാം. ഈ ഡയറക്ഷനിൽ ഞാൻ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം നീല ഉണ്ട മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഇവിടെ മെഷർ ചെയ്താലോ നീലയും കറുപ്പും കൂടെ ഓൾട്ടർനേറ്റ് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ വാല്യൂ വരും. ഇവിടെ മെഷർ ചെയ്താലോ കറുപ്പ് മാത്രമേ വരുന്നുള്ളൂ, അപ്പൊ അതിന്റെ വാല്യൂ വെച്ചായിരിക്കും വരുന്നത്. അതായത് ഞാൻ ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആരൊക്കെ, ഒന്നെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ആരൊക്കെ, ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തൊക്കെയുണ്ട്, ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ മൂന്ന് കാര്യങ്ങള് ഞാൻ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ മെഷർ ചെയ്യണമെങ്കിൽ പല ഭാഗത്തെ മെഷർ ചെയ്യുമ്പോഴും പല പല വാല്യൂ കിട്ടും. അതിന്റെ കാരണമാണ് ഞാൻ കഷ്ടപ്പെട്ട് വരച്ച് കാണിച്ചേ. ഇത് അതുപോലെ ഓക്കെ, പല പല വാല്യൂ വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അൺഐസോട്രോപിക്. ഐസോ മീൻസ് സെയിം, അൺ മീൻസ് അല്ലെന്ന്. അപ്പൊ എന്താണ് അൺഐസോട്രോപിക്, എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് അൺഐസോട്രോപിക് ആണ്. അൺഐസോട്രോപിക് ഇൻ നേച്ചർ, ഐസോട്രോപിക് എന്ന് വായിക്കാം. ഞാൻ പിന്നെ മനസ്സിലാവാൻ അണ്ണെന്ന് എടുത്ത് വായിക്കണം. ഐസോട്രോപിക് ഇൻ നേച്ചർ ആരാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്. അങ്ങനെയാണ് അമോർഫസിന്റെ കാര്യം നോക്കാം. ഇത് ഇങ്ങനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. നോക്കിയോ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അമോർഫസ് ആണ് വരയ്ക്കണേ കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ മെഷർ ചെയ്താലും എന്താ ഏകദേശം ഒരുപോലെ വരത്തുള്ളൂ, എങ്ങനെയൊക്കെ എടുത്താലും. കാരണം ഈ എവിടെയെങ്കിലും വെച്ച് എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് വരും. എവിടെയെങ്കിലും വെച്ച് ആ ഒരു ഷേപ്പ് എങ്ങനെ പോയാലും ഈ പറഞ്ഞ എണ്ണങ്ങൾ എന്ത് ചെയ്യും, സെയിം ആയിട്ട് വരും. കാരണം കൃത്യ ഒരു ഓർഡറിലല്ലോ. അവിടെ എന്ത് ചെയ്യും, അമോർഫസിനാണെങ്കിൽ എന്ത് വരും, അത് ഐസോട്രോപിക് ആണ്. ശ്രദ്ധിക്കണേ, അതിന്റെ കാരണമാണ് പറഞ്ഞത്. അതിന് കൃത്യമായിട്ട് എന്തില്ല, ഒരു ഓർഡർ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്താലും അത് കറങ്ങി എന്ത് ചെയ്യും, അത് ഏകദേശം പേര് സെയിം ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിന് അൺഐസോട്രോപിക്കും അമോർഫസ് സോളിഡിന് ഐസോട്രോപിക് ആണ് നേച്ചർ. ഓക്കെ, എന്താണ് സംഭവം? ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, പല പല വാല്യൂസ് ആയിരിക്കും. ആര് തരുന്നേ, ക്രിസ്റ്റലൈൻ സോളിഡ് തരുന്നേ. എന്നാൽ ഇതൊക്കെ സെയിം ആര് തരും, നമ്മൾ അമോർഫസ് സോളിഡ് തരും. ഇത്രയുള്ള പ്രോപ്പർട്ടീസ്. ശരിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ഇന്നെടുത്ത ക്ലാസ്സിൽ നിന്ന് 3 കാര്യങ്ങളാണ് പരീക്ഷ ചോദിക്കുന്നത്. ഒന്ന്, ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള കമ്പാരിസൺ ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2, എക്സാമ്പിൾസ്, ക്രിസ്റ്റലൈന്റെയും അമോർഫസിന്റെ എക്സാമ്പിൾസ്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അനിസോട്രോപിക് അല്ലെങ്കിൽ വാട്ട് ഈസ് ഐസോട്രോപിക്, അത് ചോദിക്കാറുണ്ട്. സോ അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട്
അതിന്റെ കമ്പാരിസൺ എഴുതി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡിഫറൻഷ്യൽ എഴുതണേ. ഓക്കെ, നമുക്ക് അനൈസോട്രോപ്പിയിലെ ഡിഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രോപ്പർട്ടിയാണ് ആര്? അനൈസോട്രോപ്പി. നോക്കാം എന്താണെന്ന്. വിച്ച് അലോസ് ഇറ്റ് ടു ഷോ ഡിഫറെന്റ് വാല്യൂസ് ഫോർ ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഡിഫറെന്റ് വാല്യൂസ് കാണിക്കാൻ പറ്റും. എങ്ങനെ? വെൻ മെഷേർഡ് അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻ. എപ്പോഴാണ്? നമ്മൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നതോറും. ഒരു കൂടി വായിക്കാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് which allows it to show different values for physical property when measured along different direction. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫിസിക്കൽ പ്രോപ്പർട്ടി സച്ച് ആസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എക്സെട്ര. എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ പരീക്ഷിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കമ്പാരിസനോട് എഴുതി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ കമ്പാരിസനോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ടെസ്റ്റ് തുറക്കേണ്ട കാര്യമേ ഇല്ല. ഞാനാണ് പറയണം. കാരണം 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്ന്, ക്രിസ്റ്റലൈൻ അമോർഫസിന്റെ കമ്പാരിസൺ. 2, അതിന്റെ എക്സാമ്പിൾ. പിന്നെ ഐസോട്രോപിക്, അനൈസോട്രോപിക്കിന്റെ ഡെഫിനേഷൻ. ഞാൻ അനൈസോട്രോപിക് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഐസോട്രോപിക് അത് തന്നെ ധാരാളം. ഡിഫറെന്റ് എന്നുള്ളതെല്ലാം സെയിം ആക്കി കൊടുത്താൽ മാത്രം മതി. സെയിം ആണേ അവിടെ ഡിഫറെന്റ് എന്നുള്ളത് സെയിം ആക്കിയ ഐസോട്രോപിക്കിന്റെ ഡെഫിനേഷൻ ആയി. ഓക്കെ, കമ്പാരിസൺ നോക്കിയപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അമോർഫസ്. ഷേപ്പ് ക്രിസ്റ്റലൈൻ എന്താണ്? ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അമോർഫസ് ആണെങ്കിലോ ഇറഗുലർ ഷേപ്പ് ആണ്. ഇപ്പോഴേ പഠിച്ചു വെക്കണം, ഇതങ്ങ് പഠിച്ചിപ്പോഴേ മാറ്റിക്കോ. ഷേപ്പ് എന്താണ്? ക്രിസ്റ്റലൈന് ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, അമോർഫസ് ഇറഗുലർ ഷേപ്പ്. മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈനാണെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, അമോർഫസിനാണെങ്കിൽ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈനിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, അമോർഫസിന് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. ക്ലീവേജ് നോക്കാം. ന്യൂ സർഫസ് എന്തായിരിക്കും? പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ സർഫസ് എന്തായിരിക്കും? പ്ലെയിനും സ്മൂത്തും ആയിരിക്കും. പക്ഷേ അമോർഫസിലാണെങ്കിലോ ന്യൂ സർഫസ് വിൽ ബി ഇറഗുലർ ആണ്. ഇനി അടുത്ത ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ ആണെങ്കിലോ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ക്രിസ്റ്റലൈനിൽ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. എന്നാൽ അമോർഫസിൽ ഡു നോട്ട് ഹാവ് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ക്രിസ്റ്റലൈനിൽ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും മറ്റേ ഡു നോട്ട് ഹാവ് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും. അനൈസോട്രോപിക് നോക്കാം. അനൈസോട്രോപിക് ഇൻ നേച്ചർ ആണ്. എന്താണ് പ്രോപ്പർട്ടി? ക്രിസ്റ്റലൈന്റെ ആണ് അനൈസോട്രോപിക് ഇൻ നേച്ചർ ആണ്. എന്നാൽ അമോർഫസ് ആണെങ്കിലോ ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്. നേച്ചർ നോക്കാം. ക്രിസ്റ്റലൈൻ അറിയപ്പെടുന്ന പേരാണ് ട്രൂ സോളിഡ് അറിയപ്പെടുന്നത്. ട്രൂ സോളിഡ്. എന്നാൽ അമോർഫസ് ആണെങ്കിലോ സ്യൂഡോ സോളിഡ് എന്നല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നു. സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സ്യൂഡോ വാക്കല്ലോ ഫാൾസ് എന്നർത്ഥം. ഫാൾസ്. അപ്പൊ ഫാൾസ് സോളിഡ് എന്നല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ഞാൻ പറഞ്ഞില്ലേ ഒഴുകാനുള്ള കഴിവുണ്ടെന്ന്, അതുകൊണ്ടാണ്. അടുത്ത ഓർഡർ എന്താണ്? ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ്. അമോർഫസ് ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഓർഡർ എന്താണ്? ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡറും അമോർഫസ് ഷോർട്ട് റേഞ്ച് ഓർഡറും. എക്സാമ്പിൾ നോക്കാം. ക്രിസ്റ്റലൈനാണെങ്കിൽ NaCl കോഡ്സ്, അതുപോലെ അമോർഫസിനാണെങ്കിൽ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്. ഓക്കെ, ഞാൻ മാറി തന്നെ ഫോട്ടോ എടുത്തോളൂ. അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.